ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഓണത്തിന് എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ തൃക്കാക്കരപ്പനെ വെച്ചതും അതിൻ്റെ ചടങ്ങുകളും തൃക്കാക്കരപ്പനെ പൂജിക്കണം അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ വീട്ടിൽ രാവിലെ ഉത്രാടം ദിവസം രാവിലെ തന്നെ ഇങ്ങനെ മാതോര് വെക്കും. അവിടെ വീടിൻ്റെയൊക്കെ ആ ഭാഗത്ത് ഇങ്ങനെ തൃക്കാക്കരപ്പനെ വെക്കണതിന് മാതോര് വെക്കുക എന്നാണ് പറയുക. അപ്പം മണ്ണിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് വെക്കണേ. രാവിലെ തന്നെ അമ്മമ്മ അങ്ങനെ മണ്ണൊക്കെ പറമ്പിൽ നിന്ന് വെട്ടിയെടുത്ത് കുഴച്ച് ഇതുപോലെ മാതോര് ഉണ്ടാക്കിയിട്ട് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും മുറ്റത്ത് വെക്കും. പിന്നെ അതിന് 3 നേരം നമ്മൾ കഴിക്കണ ഭക്ഷണമൊക്കെ അതിനെ പൂജിച്ച് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെയാണ് വിശ്വാസം. അങ്ങനെ പൂജിച്ച് പിന്നെ 4-ാം ഓണത്തിൻ്റെ അന്ന് വൈകിട്ടാണ് പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കണ എന്താണോ അത് പൂജയൊക്കെ കഴിഞ്ഞിട്ട് 4-ാം ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് മാതോരിനെ എടുക്കണത്. പിന്നെ അങ്ങനെ അണിയും മാതോര് വെക്കുമ്പോൾ അത് മാവൊക്കെ അരച്ച് അതിൽ അണിയും ചെയ്യും. അതുപോലെ തന്നെ പൂവൊക്കെ വെച്ച് ഭയങ്കര ആചാരത്തോടെയാണ് എടുക്കുകയൊക്കെ ചെയ്യണത്. വീട്ടിലെ മുതിർന്നവരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെയാണ് മാതോര് വെച്ചാൽ അതിന് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യണത്. അപ്പോൾ അന്നത്തെയൊക്കെ കുട്ടിക്കാലത്ത് 1-ാം ഓണത്തിൻ്റെ അന്ന് മാതോര് വയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ 4-ാം ഓണത്തിൻ്റെ അന്ന് വൈകിട്ട് മാതോര് എടുക്കുമ്പോൾ ഒരു സങ്കടമാണ്, ഓണം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയുണ്ടാവില്ല, ന്യൂ ജനറേഷനൊന്നും ഇതൊന്നും കണ്ടിട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ മാതോര് വെക്കുക അല്ലെങ്കിൽ തൃക്കാക്കരപ്പനെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയേ. ഇത് ഞാൻ വീട്ടിൽ വെച്ചതല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മ വെച്ചതാണ്. ആങ്ങളുടെ കുട്ടികളൊക്കെ ചെറുതാണ്, അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും ഇതൊന്നും അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അമ്മ മണ്ണിലുണ്ടാക്കിയിട്ടൊന്ന് വെച്ച് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാനും കാണുന്നത്. ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഒരു ഉച്ചരിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പോൾ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു അതിശയമായി. ഞങ്ങളും കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കണ്ടതല്ലേ. അപ്പം ഞാനതൊക്കെ ഒന്ന് മാധവരൊക്കെ ഒന്ന് തൊട്ടൊക്കെ ഒന്ന് നോക്കിയിട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.